ശരി സാർ, അപ്പൊ നാളെ രാവിലെ കാണാം. വെക്കട്ടോ? ഓക്കെ. DIG ആയിരുന്നു സാർ. വല്ല കുഴപ്പവും? എന്തോന്ന് കുഴപ്പമാവും ഔസേപ്പച്ച, ഞാനില്ലേ ഇവിടെ? എന്റെ പൊന്നു സാറ്, എന്റെ കഷ്ടകാലത്തിലാണ് ഞാൻ ഈ സിനിമ പിടിക്കാറിയത്. ഇവനെ ഒരുത്തരാ. ഒന്നും മിണ്ടണ്ട, വന്നതൊക്കെ വന്നു സാറേ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. അതെന്തോന്ന് പോക്കാ ഔസേപ്പച്ച? ഇരിക്കുന്നേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനില്ലേ. ഇരി. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി. ആരായി കൃഷ്ണൻകുട്ടി? എന്റെ ഡ്രൈവറാ. ആ, ഡ്രൈവറാ. എടാ കൃഷ്ണൻകുട്ടി. എന്താ സാർ? സ്കോച്ചിന് എന്താടാ ഇപ്പൊ വില? ബ്ലാക്ക് ആൻഡ് വൈറ്റ് 300 രൂപ, ജോണി വാക്കർ റെഡ് ലേബൽ 320, പിന്നെ ബ്ലാക്ക് ലേബൽ ഉണ്ട് 1 ലിറ്റർ, അതിന് 550 വില. 300, 320, 550. നമുക്ക് 550 കാരൻ തന്നെ മതി സാറേ. ഇപ്പോഴത്തെ സ്കോച്ച് മുഴുവൻ കളിപ്പീരാ, വെറും പട്ടയാ സാറേ. ഒന്നാമതൊരു ഒരു സാധനമുണ്ട്, കുത്തലില്ല, ഹാങ് ഓവർ ഇല്ല, മിനിസ്റ്റർ റം. ഞങ്ങളതാ കഴിക്കുന്നത്. അത് ദാനം കഴിച്ചാ മതി, എനിക്ക് സ്കോച്ച് മതി. സാർ പൈസ വാങ്ങിച്ചോ, മുതലാളിയല്ലേ ഇരിക്കുന്നത്. ഞാനെങ്ങാനും പൈസ തന്നാൽ ഈ ഔസേപ്പച്ചൻ തെറി കൊണ്ട് അഭിഷേകം ചെയ്യും. ഇല്ലയോ ഔസേപ്പച്ച? പിന്നെ 600 ഉണ്ട്. 550 രൂപയുടെ വില, ബാക്കി 50 നീ വെച്ചോ. ശരി. അപ്പൊ എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? ആകട്ടെ. അല്ല പിന്നെ കൃഷ്ണൻകുട്ടി? കൃഷ്ണൻകുട്ടിയൊക്കെ വരാൻ ഒരുപാട് സമയം എടുക്കും, നിങ്ങൾ പോയിക്കോ. നാരായണൻ പോകുന്നില്ലയോ? അല്ല കൃഷ്ണൻകുട്ടി. ഔസേപ്പച്ചന് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ചെല്ല്. ഓരോരുത്തന്മാരെ ഇറങ്ങി തിരിച്ചിരിക്കും. അവന്റെ തൊള്ള നിനക്കെ കാശ് ഞാൻ കൊടുക്കണം. സ്വന്തം കാശ് പോലല്ലേ പറയുന്നത്. ബാക്കി ടിപ്പെടുത്തോളാൻ പോന്നു. ആരാണോ പുതിയ ഇര വന്നിരിക്കുന്നത്? ഏതായാലും വന്നവന്റെ കാര്യം ഭംഗിയായി. ഇങ്ങനെയുണ്ട് വാർത്തിപ്പണ്ടാരം. എടോ, തനിക്ക് വയറ് നിറച്ച് ഞാൻ വാങ്ങിച്ചുതരാം, തനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. അന്ന് കുടിച്ച് പൂക്കുറ്റിയായി ആ CBIക്കാരെ തെറി പറഞ്ഞില്ലേ, അതുപോലെ ഈ ദേവദാസിനെ 4 പള്ളി പറയാവോ? ഇപ്പൊ പറയാം ഔസേപ്പച്ച. വാ, നമുക്ക് ബാറിലേക്ക് പോവാം. ഇപ്പൊ വേണ്ട, വരട്ടെ, പിന്നെയാകാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്നെ മനസ്സിലായോ? അഡ്വക്കേറ്റ് ജനാർദ്ദനൻ നായർ. അതെ. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, എന്റെ മോനൊരു ചെറിയ പ്രോബ്ലം. താൻ വിചാരിച്ചത് സോൾവ് ചെയ്യാൻ നോക്കും. സാറിന്റെ മകനോ? ആരാള്? മോഹൻ. അവനൊരു ഫിലിം പ്രൊഡ്യൂസറാ. അവൻ എന്തോ അത്യാവശ്യത്തിന് മദ്രാസിലേക്ക് പോണം. നിങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. മനസ്സിലായി. ഇരിക്കെ. അശ്വതിയുടെ മരണത്തെ സംബന്ധിച്ചല്ലേ? വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. കാരണം അന്ന് രാത്രി അശ്വതി മരിക്കുന്നതിന് മുമ്പ് മോഹൻ അവളുടെ മുറിയിൽ പോയിരുന്നു. അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനാ, അത്രേ ഉള്ളൂ. പിന്നെ മോഹൻ സാറിന്റെ മകനാണെന്നൊട്ട് അറിഞ്ഞതുമില്ല. ഞാൻ അവന്റെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല. അവന്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് വന്നത് മാത്രം. അല്ല, ദേവദാസിന് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങാം. അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. മോൻ മദ്രാസിൽ പോയിക്കോട്ടെ. വേണമെങ്കിൽ അതിന് ശേഷം ചോദ്യം ചെയ്തോളാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇതിനു വേണ്ടി സാർ ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. അത് സാരമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ദേവദാസിയർ. ആരാ? വിഷുവാണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അരമണിക്കൂറിനുള്ളിൽ. ഓക്കെ. സാറ് ഇന്നലെ ആ വിശുദ്ധ കണ്ടോ? കണ്ടു, സംസാരിച്ചു. പക്ഷെ യാതൊരു പ്രയോജനവുമില്ല. അയാൾ ഈ ലോകത്തിലെ സകല ദൈവങ്ങളെയും പിടിച്ച് ആണയിടുന്നു. ആ പെണ്ണിന്റെ മരണത്തെ അയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന്. അപ്പോൾ പിന്നെ പട്ടി അയാളുടെ മുറിയിൽ കയറി ചെന്നതോ? വാസ്തവം തന്നെ. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് അയാൾക്ക് യാതൊരു പിടിയുമില്ല. പക്ഷേ അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഉത്തരമില്ലാതായി പോയി. എന്താ സാർ? ഹോട്ടൽ പ്രസിഡന്റ് പോലുള്ള വലിയൊരു ഹോട്ടലിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ പോലെ പോപ്പുലറായ ഒരാൾ എങ്ങനെ കയറി ഇറങ്ങുമെന്ന്. സാർ, ഒരു പക്ഷേ അയാളുടെ നിർദ്ദേശപ്രകാരം വേറൊരാളാണ് ഈ കൃത്യം ചെയ്തതെങ്കിൽ? ഒരു വാടക കൊലയാളി കൃത്യം ചെയ്ത ശേഷം വിവരം അറിയിക്കാൻ അയാളെ തേടിച്ചെന്നതാണെങ്കിൽ? ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ അതിനു പറ്റിയ തെളിവുകൾ നമ്മുടെ പക്കലുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്ത് ചെയ്യും? വിശ്വത്തെ കസ്റ്റഡിയിലെടുത്ത് വേണ്ടതുപോലെ ചോദ്യം ചെയ്താൽ തെളിവുകളൊക്കെ താനേ ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ചെയ്യാം. അയാളെ അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്ത് ഹരാസ് ചെയ്യാം, നാണവും മാനവും കെടുത്താം. എന്നിട്ടും പ്രയോജനമില്ലെങ്കിൽ, ഒരുപക്ഷെ അയാൾ നിരപരാധിയാണെങ്കിൽ,
ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരാളെ അറിഞ്ഞുകൊണ്ട് സ്വഭാവത്തിൽ നടത്തണോ? അലക്സ് പറഞ്ഞത് കൊള്ളാം. അതാണ് അലക്സിന്റെ അഭിപ്രായമെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. അതോ അങ്ങനെ ഒരു വാടകക്കൊലയാളി ഉണ്ടെങ്കിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? അലക്സ് പറയൂ. എനിക്കൊന്നും പറയാനില്ല സർ. എന്ത് പറ്റിയടോ ഈ മാപ്പിളയ്ക്ക്? ഈയിടെയായിട്ട് അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം. 4-5 മാസങ്ങൾക്ക് മുമ്പ് അലക്സാറിന്റെ കോളേജിൽ പഠിച്ചിരുന്ന മകൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയില്ലേ? അതിനുശേഷമാണ് അലക്സാറിൽ ഈ മാറ്റം. ജനങ്ങളുടെ പ്രാക്കുകൊണ്ടാണ് മകൻ മരിച്ചതെന്ന സാറിന്റെയും ഭാര്യയുടെ ഒക്കെ വിശ്വാസം. ഇവനൊക്കെ ഏത് കാലത്ത് നന്നാവാനാ? എന്താ ഈ മറുപടി ഒന്നും പറയാത്തത്? ഇങ്ങനെ എല്ലാ കേസും CBIക്ക് എല്ലാ കേസും എന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഒരു കേസ് CBI ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുള്ളൂ. ഇതൊരു തുടർക്കഥയായാൽ ഡിപ്പാർട്ട്മെന്റിൽ കഴിവും തന്റേടമുള്ള ഓഫീസേഴ്സിന്റെ മൊറയിലിനെ ബാധിക്കും. ശരിയാണ്, അതിലല്പം വാസ്തവമുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെന്റിന് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, ഇഷ്ടമില്ലെങ്കിൽ കൂടി. ആ പെണ്ണ് ആത്മഹത്യ ചെയ്താണെന്ന് നിങ്ങൾ പറയുന്നു. തീർത്തും അല്ലാന്ന് ജനങ്ങളും പത്രങ്ങളും ഒരേ ശബ്ദത്തിൽ പറയുന്നു. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്നും ഇവിടുത്തെ പോലീസ് തന്നെയാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി. പക്ഷെ അന്നൊക്കെ മരണത്തിന്റെ പിറകിൽ ഏതെങ്കിലും മന്ത്രിക്ക് കൈയുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. രാജിവെച്ച മന്ത്രി ഭാർഗവൻ ഏറെക്കാലം ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. ഇന്ന് ഡിപ്പാർട്ട്മെന്റിലുള്ള ഭൂരിപക്ഷ ഉദ്യോഗസ്ഥന്മാരും അയാളോട് കൂറുള്ളവരാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന്റെ വിശ്വസ്തതയെ ജനം തെറ്റിദ്ധരിച്ചാൽ അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ആ പെണ്ണ് ആത്മഹത്യ ചെയ്തതാണ് എന്ന് തന്നിരിക്കട്ടെ, അത് നമ്മൾ പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കില്ല. ഇന്ന് CBIക്ക് ജനങ്ങൾക്കിടയിലുള്ള ക്ലീൻ ഇമേജ് വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ എതിർപ്പ് കൂടാതെ ജനങ്ങൾ അത് അംഗീകരിക്കും. അതുകൊണ്ടുകൂടിയാണ് അല്പം വിഷമത്തോടുകൂടിയാണെങ്കിലും ഈ കേസ് CBI ഏൽപ്പിക്കണമെന്ന് ഇന്നലെ കൂടിയ മന്ത്രിസഭായോഗം ഏകകണ്ഠമായി തീരുമാനിച്ചത്. അല്ലാതെ മുഖ്യമന്ത്രിയായ എന്റെ മാത്രം തീരുമാനമല്ലിത്. എല്ലാത്തിലും ഉപരി ഈ കേസിന്റെ സത്യം എന്തായാലും അത് പുറത്തു വരണമെന്നേ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുള്ളൂ. അത് X അന്വേഷിച്ചാലും ശരി, Y അന്വേഷിച്ചാലും ശരി. ആർ യു നൗ കൺവിൻസ്ഡ് മിസ്റ്റർ ഇൻസ്പെക്ടർ ജനറൽ? കൊള്ളാം, നന്നായിരിക്കുന്നു സാറേ. വളരെ വൈകിയാണെങ്കിലും ഗവൺമെന്റിന് ഇപ്പൊ ബോധ്യമായല്ലോ ഇത്രയും കാലം ശമ്പളം തന്ന് തീറ്റിപ്പറ്റിയ ഞങ്ങളെയൊക്കെ ഒന്നിനും കൊള്ളത്തില്ല എന്ന്. ബാക്കിയുള്ള കേസുകളും വല്ല പട്ടരോ അവിയലോ സാമ്പാറോ ഒക്കെ അന്വേഷിച്ചാൽ മതി. മാസശമ്പളത്തോടൊപ്പം വല്ല മനോരമയോ മംഗളവും കൂടി എത്തിച്ചേരാൻ ഏർപ്പാട് ചെയ്താൽ വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് സമയവും പോകും. ഞാൻ എന്ത് ചെയ്യാനാ ദേവദാസ്? IG-യുടെ ഓർഡർ താനും വായിച്ചില്ലേ? സ്റ്റേറ്റ് പോലീസിനേക്കാൾ പ്രാപ്തരാണ് CBI എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു CBI ആരാ സാറേ ഈ CBI? അവർക്കെന്താ ദിവ്യശക്തിയുണ്ടോ? ശൂന്യതയിൽ നിന്നും തെളിവുകൾ ഉണ്ടാക്കി കേസ് തെളിയിക്കാൻ. നോട്ടിൽ മായപ്പുഴയും തട്ടിവിട്ട് യു ടേക്ക് ദിസ് ആൻഡ് ഗിവ് ഇറ്റ് ടു ഹിം, വി വിൽ ഫോളോ യു ആൻഡ് കാച്ച് ഹിം. ഇത് പറയാൻ എന്തിനാ സാറേ ഇന്റലിജൻസ്? തൂണും ചാരിയെന്നും പെണ്ണിനെയും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കാര്യങ്ങൾ. രാവും പകലും കഷ്ടപ്പെട്ട് തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസുകാരും എല്ലാം റെഡിയാണെങ്കിൽ കള്ളനെ പിടിക്കാൻ ഒരു CBI-യും. എന്തിനാ സാറേ ഈ പ്രഹസനം? താൻ ഇതിൽ ഇത്രയ്ക്ക് രോഷം കൊള്ളേണ്ട കാര്യമെന്താ? കയ്യിൽ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള വിഷമം കൊണ്ടാണോ? അതോ വേണ്ടപ്പെട്ടവരെ രക്ഷിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം കൊണ്ടാണോ? എടോ, ഏതാപത്തിലും തന്നെ രക്ഷിച്ചിരുന്ന മന്ത്രി ഭാർഗവൻ തന്നെ ഇപ്പോൾ അയാൾ പെട്ടിരിക്കുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതന്വേഷിച്ച് നടക്കുക. അതുകൊണ്ട് താൻ സൂക്ഷിച്ചു. 2 ദിവസത്തിനകം ആ സേതുരാമയ്യർ തന്നെ കാണാൻ വരും. പറയാൻ ബാക്കിയുള്ളത് അയാളോട് പറഞ്ഞാൽ മതി. അയ്യോ, അതും പറഞ്ഞ് സാറിനെ പേടിപ്പിക്കല്ലേ. കാണാൻ വരട്ടെ. മൂക്കുകൊണ്ട് ക്ഷ എഴുതുന്നത് എങ്ങനെയാണെന്ന് ഇപ്രാവശ്യം പട്ടരെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഊട്ടുവരയിൽ ശാപ്പാട് പഠിച്ച് നടന്നവനെയൊക്കെ പിടിച്ച് പോലീസിലാക്കിയവന് വേണം പറയാൻ.